പ്രോപ്പർട്ടീസ് ഓഫ് ഇൻ്റഗ്രൽസിൽ പ്രോപ്പർട്ടീസ് ഇങ്ങനെ കാണിച്ചു തന്നാൽ പോരെ. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈ സെയിം ആസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ടി ഡി ടി. അതായത് ലിമിറ്റ് സെയിം ആയിട്ട് വേരിയബിൾ മാറിയാലും ആൻസർ മാറ്റം ഉണ്ടാവില്ല. രണ്ടാമത്തെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ബി ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ലിമിറ്റ് ഇൻ്റർചേഞ്ച് ചെയ്താൽ ചിഹ്നം മാറും. മൂന്നാമത്തെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു സി എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ സി ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ടല്ല എത്ര എണ്ണം വേണമെങ്കിലും സ്പ്ലിറ്റ് ചെയ്യാം. നാലാമത്തെ പ്രോപ്പർട്ടി അതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ്. ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ് കേട്ടോ. എക്സിനെ മാറ്റിയിട്ട് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കുന്നു. ഇതാണ് എല്ലാ പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യുക. ഇത് വൺ വേർഡ് ആയിട്ടും ചോദിക്കാറുണ്ട്. അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ 0 ടു 2a എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രൽ 0 ടു 2a എന്നുള്ളത് രണ്ടെണ്ണം ആവും. ഒന്ന് 2 ടൈംസ് ഇൻ്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത് വരുന്നത് എഫ് ഓഫ് 2a മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് ആവുമ്പോൾ, അതായത് ഫംഗ്ഷനിൽ എക്സിനെ മാറ്റി അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ മാറ്റമില്ലെങ്കിൽ 2 ടൈംസ് 0 ടു എ ആവും. അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ ആൻസർ 0 ആയിരിക്കും. ഇത് വൺ വേർഡ് ചോദിക്കും. ഏഴാമത്തെ പ്രോപ്പർട്ടി ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അവിടെയും രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് 2 ടൈംസ് 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ്. അത് ഈവൺ ഫംഗ്ഷൻ ആകുമ്പോൾ, അതായത് എക്സിന് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ മാറ്റമില്ലെങ്കിൽ 2 ടൈംസ്. എക്സിന് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ 0, അതായത് ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ 0. ഇത് വൺ വേർഡ് ആയിട്ട് ചോദിക്കും. ഈ 6 പ്രോപ്പർട്ടിയും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇനി പ്രോബ്ലം അടുത്ത വീഡിയോയിൽ പറയാം.